ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 20, 2024 ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഈ ആഴ്ചയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലും തെക്കേ അമേരിക്കയിലും ലോകകപ്പിന് വേണ്ടിയുള്ള യോഗ്യതാ മത്സരങ്ങളും യൂറോപ്പിൽ നാഷൻസ് കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്കേ അമേരിക്കയിൽ ഇന്ന് പ്രമുഖരായ ബ്രസീലിനും അർജൻറ്റീനയ്ക്കും മത്സരമുണ്ടായിരുന്നു. അർജൻറ്റീന ഇന്ന് പെറുവിനെ 1 ഗോൾ അടിച്ച് തോൽപ്പിച്ച് ലോകകപ്പ് യോഗ്യതയ്ക്ക് അരികിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത ഇൻ്റർ മിലാൻ്റെ ലിസാൻഡ്രോ മാർട്ടിനസാണ് ഗോൾ നേടിയത്. പക്ഷേ അസിസ്റ്റ് നൽകിയത് ലയണൽ മെസ്സിയാണ്. ഈ അസിസ്റ്റോട് കൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന താരമായി ലയണൽ മെസ്സി മാറിയിട്ടുണ്ട്. അദ്ദേഹം 58 അസിസ്റ്റാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. 58 അസിസ്റ്റുകൾ നൽകിയ മറ്റൊരു താരം അമേരിക്കൻ താരം ഡോണോവാൻ ആണ്. ഇതുവരെ ലയണൽ മെസ്സിയും നെയ്മർ ജൂനിയറും 2ാം സ്ഥാനമാണ് പങ്കിട്ട് നിന്നിരുന്നത്. നെയ്മർ ജൂനിയർ 57 അസിസ്റ്റുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇതുവരെ നേടിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ബ്രസീലും ഉറുഗ്വേയും സമനിലയിൽ പിരിഞ്ഞു. ഈ സമനില ബ്രസീലിൻ്റെ ലോകകപ്പ് യോഗ്യതയെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഉറുഗ്വേക്ക് വേണ്ടി റയൽ മാഡ്രിഡിൻ്റെ മധ്യനിര താരം വാൽവർദെയാണ് ആദ്യം ഗോൾ നേടിയത്. 5 മിനിറ്റിനകം ബ്രസീൽ സമനില ഗോൾ നേടി. ഇനി ഈ ഗ്രൂപ്പിൽ ഏതാനും മത്സരങ്ങൾ അവശേഷിക്കെ നമുക്കറിയാം അടുത്ത മത്സരങ്ങളൊക്കെ വിജയിച്ചില്ലെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം യോഗ്യത ഒരു കിട്ടാക്കരിയായി മാറും. തെക്കേ അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾക്കാണ് യോഗ്യത നേടാൻ സാധിക്കുക. ഇപ്പോൾ ബ്രസീലുള്ളത് 5ാം സ്ഥാനത്താണ്. 7ാമത്തെ ഒരു ടീമിന് പ്ലേ ഓഫ് വഴിയും യോഗ്യത നേടാം. അടുത്ത ഏതാനും മത്സരങ്ങൾ പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കടുപ്പമുള്ളതാണ്. അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഒരു മത്സരം കളിക്കേണ്ടത് അർജൻറ്റീനയിൽ ചെന്ന് അർജൻറ്റീനയോടാണ്. പിന്നെ ബാക്കിയുള്ള ഒരു മത്സരത്തിൽ ബൊളീവിയയിൽ ചെന്നും കളിക്കണം. ബൊളീവിയ ഒരു ദുർബല ടീമാണെങ്കിലും ബൊളീവിയയുടെ തലസ്ഥാനമായ ലാപ്പാസിൽ വെച്ച് കളി നടക്കുന്നതുകൊണ്ട് അവർ അവിടെ മറ്റൊരു ടീമിനെ ജയിക്കാൻ അങ്ങനെ വിടാറില്ല. ഏഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ ജപ്പാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലായിരുന്നു മത്സരങ്ങൾ പ്രധാനമായും സവിശേഷതയുള്ളതൊക്കെ നടന്നത്. ഈ ഗ്രൂപ്പിൽ ജപ്പാൻ ഇന്നലെ 1-3 ഗോൾക്ക് ചൈനയെ പരാജയപ്പെടുത്തി അർജൻറ്റീനയെ പോലെ തന്നെ ലോകകപ്പ് യോഗ്യതയ്ക്ക് അരികിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു വിജയം കൂടി നേടിയാൽ അവർക്ക് യോഗ്യത നേടാം. ഈ ഗ്രൂപ്പിൽ നടന്ന ഒരു അട്ടിമറികളിലൊന്നിൽ ഇന്തോനേഷ്യ സൗദി അറേബ്യയെ പരാജയപ്പെടുത്തി. ഇത് സൗദി അറേബ്യയുടെ ലോകകപ്പ് യോഗ്യതയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. സൗദി അറേബ്യ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ 4ാമതാണ്. 2ാമത് നിൽക്കുന്ന ഓസ്ട്രേലിയ ബഹ്റൈനുമായി സമനില പാലിച്ചു. 3ാമത് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയാണ്. മറ്റൊരു എ ഗ്രൂപ്പിൽ ഇറാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നലെ ഇറാൻ 2-3 ഗോളുകൾക്ക് കിർഗിസ്ഥാനെ പരാജയപ്പെടുത്തി. ഈ ഗ്രൂപ്പിൽ തന്നെ ഉസ്ബെക്കിസ്ഥാനും ഇന്നലെ വിജയിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഗ്രൂപ്പിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ UAE 5 ഗോളുകൾക്ക് ഖത്തറിനെ പരാജയപ്പെടുത്തി. ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ഇറാൻ തന്നെയാണ് മുമ്പിലുള്ളത്. ഇറാനും യോഗ്യത നേടാൻ ഈ ഒരു മത്സരമോ 2 മത്സരമൊക്കെ വിജയിച്ചാൽ മതി. മറ്റ് ഒരു ബി ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൗത്ത് കൊറിയ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ഇന്നലെ സൗത്ത് കൊറിയയും പലസ്തീനും ഓരോ ഗോൾ വീതടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും സൗത്ത് കൊറിയ തന്നെയാണ് മുമ്പിലുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് ഇറാഖ് ആണ്. ഇനി യൂറോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാഷൻസ് കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. നമുക്കറിയാം അവിടെ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ ജർമ്മനി ഹംഗറിയുമായി സമനിലയിൽ പിരിഞ്ഞു. നെതർലാൻഡ്സ് ബോസ്നിയയുമായും സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിയും ഹോളണ്ടും ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബോസ്നിയ ഹെർസഗോവിനയാണ് റെലിഗേറ്റഡ് ആയത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.